ഹലോ ഗായ്സ്, നാട്ടിൽ വന്നപ്പോൾ മുതൽ പുറത്ത് പോകാമെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആരും ഒരിക്കലും റെഡി ആയിരിക്കുക. ആകെ ലീവിന് വരെ 4 ദിവസം, പക്ഷെ 3 ദിവസം പുറകെ നടന്നല്ലെന്ന് ഒന്ന് പുറത്തു പോകാൻ ആരെങ്കിലും ഒരാളായിട്ട് ഇറങ്ങി വരിക. ഇതാണ് റെഡിയായ രണ്ടാമത്തെ വ്യക്തി. ഇവൾ ഞാൻ എവിടെ പോകാനാണെങ്കിൽ എപ്പോഴും റെഡി ആയിരിക്കും. ഇതാണ് മൂന്നാമത്തെ ആൾ. ഓൾ എണ്ണ അടിക്കണം എന്ന് പറഞ്ഞിട്ട് ഓളങ്ങ് പോയി. പിന്നെ ഓളെ പിടിക്കാനുള്ള പരക്കം പാച്ചിലായി നമ്മൾ. പിന്നെ ഒരാളും കൂടിയുണ്ട്, ആ വഴിയെ കാണാം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേണ്ടത് ആ കലോത്സവത്തിൻ്റെ പരിപാടി ഇങ്ങനെ റോഡിൽ നടക്കുന്നത്. അതും നോക്കിക്കൊണ്ട് മെല്ലനെ നമ്മൾ പോയി. അപ്പോഴത്തേക്ക് ഓൾ എണ്ണ അടിച്ചിട്ട് വന്നു. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് ഇഷ്ടപ്പെട്ടില്ലാത്ത പോലെ മഴ അങ്ങ് പോയി. മഴ നനഞ്ഞു പോകാമെന്ന് വിചാരിച്ചത്. പിന്നെ വണ്ടി സൈഡാക്കിയപ്പോൾ ആ മൂടങ്ങ് പോയി. പിന്നെ നമ്മൾ കോട്ടലെടുത്തൊന്ന് കോട്ടം കിട്ടും. മഴയാണെങ്കിൽ അങ്ങ് ചൊരിഞ്ഞങ്ങ് പെയ്യും. കോട്ടിട്ട് സുന്ദരികളായ പിന്നെ ഒരു വീഡിയോ മസ്റ്റല്ലേ. പിന്നെ ഞാൻ വണ്ടി കയറിയിരുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അവരെ നോക്കുമ്പോഴാണെങ്കിൽ അവരെന്തോ കോപ്പറ കാണിക്കുന്നത്. പേടിക്കണ്ട, തലക്ക് സുഖമില്ലാത്ത. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരും ഫ്രൂട്ട് ബൈ പോകാമെന്ന് പറഞ്ഞിറങ്ങി. ലാസ്റ്റ് എത്തിയത് നമ്മൾ നെസ്റ്റോയിൽ. അവിടെ നമ്മൾ വേണ്ടതുമായ എല്ലാ സാധനങ്ങളും വാങ്ങി പൈസ കളഞ്ഞ് സന്തോഷം. നാലാമതൊരാളും കൂടി ഉണ്ട് നമ്മളെ കൂട്ടത്തിൽ. പക്ഷെ ഓക്ക് ക്യാമറേൻ്റെ മുമ്പിൽ വരാൻ ഒട്ടും താല്പര്യമില്ലാത്തവരെ നമ്മൾ കൊണ്ടുവരണ്ടല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ ബില്ലും അടിച്ച് നേരെ വിട്ട് ഫുഡ് കോർട്ടിലോട്ട്. വിശന്നിട്ടാണ് കണ്ണും കാണുന്നില്ല. തിന്നാൻ വേണ്ടി മാത്രം ഇറങ്ങിയ നമ്മളാണ്. ഇതാണ് ഞാൻ പറഞ്ഞ നാലാമത്തെ തമ്പുരാട്ടിക്കൊക്കെ വീഡിയോ എടുക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും വീഡിയോ എടുക്കും. പിന്നെ ഇതൊക്കെ എൻ്റെ നാത്തുമാരാട്ടോ, എൻ്റെ പാവം നാത്തുമാർ. പിന്നെ കൈ കഴുകാൻ പോയാൽ പിന്നെ മിററിലൊരു വീഡിയോ മസ്റ്റല്ലേ. അങ്ങനെ നമ്മൾ കൈയും കഴുകി നേരെ വീട്ടിൽ പോണ്ടേ, രാത്രിയല്ലേ. അങ്ങനെ അതൊന്നുമല്ല കോമഡി. മഴ പെയ്ത് ഹെൽമെറ്റിൽ മറ്റേ ചട്ടിയിലൊക്കെ വെള്ളം വെക്കൂലേ, അതേപോലെ വെള്ളം അതിന്. എന്നിട്ട് അതിലുള്ള വെള്ളമൊക്കെ ഞെക്കിപ്പിഞ്ഞ് കളഞ്ഞിട്ടാണ് നമ്മൾ തലയിലിട്ടിട്ട് വീട്ടിലേക്ക് പോയത്. അങ്ങനെ നമ്മൾ ചന്ദ്രനെ നോക്കി വീട്ടിലേക്ക് അങ്ങ് കുതിച്ച് ബൈ.